ഞാൻ പാലായിലെ മുണ്ടുപാലത്ത് തറവാട് തട്ടുകട എന്നുള്ളൊരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നിലവിൽ 5 വർഷമായിട്ട് ഞാൻ നടത്തുന്നുണ്ട്. അത് നിലവിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ 5 വർഷം നടത്തിയ ആളുടെ കയ്യിൽ നിന്ന് ഞാൻ 10 ലക്ഷം രൂപ ആൾക്ക് കൊടുത്തുകൊണ്ട് ബിൽഡിങ്ങുകളുടെ അനുവാദത്തോടു കൂടി വാങ്ങിച്ചാണ്. അപ്പൊ ബിൽഡിംഗ് ഓണറോ ഇത് തന്നിരിക്കുന്ന വ്യക്തി ആ ബിൽഡിങ്ങിന് ഒരു നമ്പരോ ഇല്ല എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അബദ്ധത്തിൽ പെട്ടിരിക്കുകയാണ്. നിലവിൽ ഞാനത് 5 വർഷമായിട്ട് നടത്തുന്നുണ്ട്. അത് ചില നീക്കങ്ങളിലൂടെയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ബിൽഡിംഗ് ഓണർ എന്നെ അതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് മുനിസിപ്പാലിറ്റിയുമായിട്ട് ശ്രമിച്ചുകൊണ്ട് ഒരു ശ്രമം നടത്തിയതിന്റെ പേരിൽ ഞാനിപ്പോൾ എന്റെ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഏത് രീതിയിലും നമ്മൾ തുറക്കണം നമ്മൾ ആവശ്യപ്പെട്ടിട്ട് അവർ സമ്മതിക്കുന്നില്ല. തട്ടുകട നടത്താനായിട്ട് വരെ ഞാൻ ആവശ്യപ്പെട്ടിട്ട് തട്ടുകട ലൈസൻസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. നിലവിൽ തട്ടുകടകൾക്ക് ലൈസൻസ് മുനിസിപ്പാലിറ്റി കൊടുക്കുന്നുമില്ല, അനുവദിക്കുന്നില്ല. ഞാൻ അപേക്ഷ കൊടുക്കുകയാണ്, ഫീസ് അടയ്ക്കാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ അവർ നിലവിൽ ഇപ്പോൾ ഇല്ലെന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ തട്ടുകടക്കാർക്കെതിരെ നടപടിയെടുക്കുന്നത്. എന്നെ മാത്രം അവർ നമ്മുടെ ബിൽഡിംഗ് ഓണറിന്റെ പേരിനാൽ ക്രൂശിക്കുന്ന ഒരു നിലപാടിലേക്കാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയി ജീവിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. വളരെയേറെ കടന്നു കയറി നിൽക്കുകയാണ്. ഒരുപാട് നാൾ കടയാടിയിട്ടായിരുന്നു. മുനിസിപ്പാലിറ്റിയുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചെങ്കിലും എനിക്ക് അനുകൂലമായ ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ എന്റെ സ്ഥാപനത്തിലെ മുഴുവൻ സ്ഥാനങ്ങളും എടുത്തുകൊണ്ട് പോകാനായിട്ട് മുനിസിപ്പൽ ചെയർമാന്റെ നേതൃത്വത്തിലാണ് സെക്രട്ടറിയെ അവർ പറഞ്ഞേൽപ്പിച്ചതിന്റെ പേരിൽ അവർ നടപടിയെടുത്തിരിക്കുന്നു. പക്ഷെ എനിക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. നിലവിൽ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ഞാൻ ചാടുകയും ചെയ്തു. പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എനിക്ക് അനുകൂലമായിട്ട് നിലപാട് അവർ തരാൻ സാധ്യതയില്ല. അതിനാൽ ഞാൻ ഒരു തീരുമാനം മുനിസിപ്പാലിറ്റി അറിയിച്ചിട്ടുണ്ട്. അതായത് നാളെ രാവിലെ, തിങ്കളാഴ്ച രാവിലെ 10:30 മണിക്ക് മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ ഞാൻ എന്റെ ഫാമിലിയായിട്ട് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ വൈഫുണ്ട്, ഒരു മോളുണ്ട്. വൈഫിന്റെ അമ്മ എന്റെ കൂടെയാണ്. അപ്പൊ ഞങ്ങൾ 4 പേരും കൂടി വന്ന് മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ ഒരു പ്രതിഷേധം അറിയിക്കും. അതായത് എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം. അതായത് എന്റെ കട തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി എനിക്ക് വേണം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ അബദ്ധത്തിൽ ചാടിച്ചിരിക്കുന്ന കെട്ടിടോടൊപ്പം തന്നെയാണ് ഈ മുനിസിപ്പാലിറ്റി സമ്മർദ്ദം ചെലുത്തുന്നത്. എനിക്കുണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ തന്ന് എന്നെ ഒഴിവാക്കുക രണ്ടാമത്തെ ആവശ്യമാണ്. ഇതുമല്ലെങ്കിൽ 10 വർഷമായിട്ട് ഈ ബിൽഡിങ്ങിന്റെ നമ്പർ എടുക്കാൻ ഈ ഉടമയ്ക്ക് സാധിച്ചിട്ടില്ല. മുനിസിപ്പാലിറ്റി അതെടുക്കുന്നത് അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ ബിൽഡിങ്ങിന്റെ ആവശ്യം അവിടെ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് പൊളിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അല്ലാതെ ഒരു ബിൽഡിംഗ് നമ്പർ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു സ്ഥാപനം അവിടെ നടത്തുന്ന ആളിനെ അല്ല വലിയ പീഡിപ്പിക്കേണ്ടത്. ആ ബിൽഡിങ്ങിന്റെ ഉടമസ്ഥനെ കണ്ട് അതിനെതിരെ നടപടിയാണ് ഇവർ ചെയ്യിക്കുന്നത്. അതിനവർ തയ്യാറാകുന്നില്ലാത്തടത്തോളം കാലം എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം? അതിന്റെ പ്രതിഷേധമായിട്ട് നാളെ ഞാൻ മുനിസിപ്പാലിറ്റി ഓഫീസിന് ഞാൻ എല്ലാ കൗൺസിലർമാരെയും ഞാൻ ഇത് വിവരം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ മീഡിയയിൽപ്പെട്ട ആൾക്കാരെല്ലാം എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവരോട് എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് ജീവിക്കണം, മുമ്പോട്ട് ജീവിക്കാൻ പറയാൻ മാർഗമില്ല. അതിനുള്ള അവസരം ഉണ്ടാക്കി തരണം. ഇല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നമുക്ക് നീങ്ങേണ്ടി വരും. അതിനുശേഷം നിങ്ങൾ എന്തുകൊണ്ട് നമ്മളോട് അറിയിച്ചില്ല, പറഞ്ഞില്ല, ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുമല്ലോ എന്നുള്ള ചോദ്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിങ്ങളെ എല്ലാവരും ഇങ്ങനെ ഒരു സമ്മേളനം നടത്തി അത് അറിയിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും നമ്മളെ ഇതിനകത്ത് സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തോട്ടെ. പക്ഷെ നമുക്ക് പണം കൊടുത്ത് സ്വാധീനിക്കാനൊന്നും നമുക്കിപ്പോൾ നിലവില് സാഹചര്യം നമുക്ക് അനുവദിക്കുന്നില്ല. നിലവിൽ എനിക്കതില്ല. അതുപോലെ തന്നെ നമ്മൾ എല്ലാ തരത്തിലും ഇതിന് ഏത് രീതിയിലുള്ള സംഭാവനകളും പിരിവുകളും ഒക്കെ വരുമ്പോൾ നമ്മൾ സഹകരിക്കുന്ന ഒരാളാണ്. നമ്മുടെ ഒരു സാഹചര്യം ഇങ്ങനെ മോശമായിരുന്നു നമ്മളെ സഹായിക്കാൻ ഒരാളും ഇല്ല. നമ്മളിതൊരു വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നതാണ്. ഒരു പാർട്ടിക്കാരെ ഉദ്ദേശിച്ചോ രാഷ്ട്രീയക്കാരെ ഉദ്ദേശിച്ചോ ഒന്നുമല്ല. നമുക്ക് ജീവിക്കാൻ വേണ്ടി, തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ആർക്കും നമ്മളോട് ദേഷ്യം തോന്നിയിട്ടോ കാര്യമില്ല. കാരണം നമുക്ക് മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. നമ്മൾ ആരെയും ഭയപ്പെട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇതിനു മുമ്പ് 2015 മുതൽ വേളാങ്കണ്ണിയിൽ തറവാട് കോട്ടൽ എന്ന പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. എന്റെ ജീവിതത്തിൽ ശരിക്കും ഒരുപാട് സന്തോഷമുള്ള സമയങ്ങളായിരുന്നു. ഇവിടെ ഞാൻ ഈ കൊറോണ സമയത്ത് വന്ന് ഇതിനകത്ത് നിന്ന് പെട്ടുപോയി, അബദ്ധത്തിൽ ചാടി. പക്ഷെ ഇവിടെ നമുക്ക് കരകയറാൻ സാധിച്ചിട്ടില്ല.
അതുകൊണ്ട് ഇനിയാണെങ്കിലും ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകാൻ തയ്യാറായിട്ടാണ്. പക്ഷെ എനിക്ക് നീതി കിട്ടും. ആ നീതി കിട്ടാൻ എന്ത് മാർഗത്തിന് ആരും എന്നെ നൽകുകയോ ഞാൻ അവരോട് നിൽക്കും. ഇനി ചെയർമാന്റെ എടുക്കുന്നുണ്ടെ പറഞ്ഞോട്ടെ, ഞാൻ അതിന് തയ്യാറാണ്. ഞാൻ ഏത് തൊഴിലും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ എന്നെ പിന്നീട് അതിന്റെ പേരിൽ പിടിക്കപ്പെടാൻ വരരുത്. ഇത് നമ്മുടെ അവസാനത്തെ വാക്കാണ്. അതിന് ഇതിൽ കൂടെ നമുക്ക് പറയാനില്ല. ജീവിക്കാനായിട്ട് നമ്മൾ തൊഴിലെടുക്കാനേ പറയുന്നുള്ളൂ. എന്റെ കീഴിൽ 16 സ്റ്റാഫുകൾ ഞാൻ ജോലി കൊടുത്തുകൊണ്ടിരുന്നതാണ്. ആ 16 കുടുംബം പ്രത്യക്ഷമായും അതിൽ പരോക്ഷമായിട്ട് ഞാൻ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പല പല കടകളിൽ നിന്ന് എടുക്കുന്ന സാധനം അത് വെച്ചുള്ള എത്രയോ സ്ഥാപനങ്ങളിൽ ഞാൻ അവിടെ ജീവനക്കാരുണ്ട്. അത്രയും നമ്മൾ ഇവർക്കെല്ലാം ബിസിനസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ 16 പേരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത ഇപ്പൊ 3 മാസത്തോളമായിട്ട് 16 പേരും ജോലിയില്ലാതെ ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. ഒരു തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയ മുനിസിപ്പാലിറ്റിക്കെതിരെ ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്ക് വേറെ മാർഗങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ നാട്ടുകാരത്തിനിടയിൽ എന്നെ പ്രതിഷേധിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ എന്നെ ചിലപ്പോൾ അവിടെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് ഞാൻ അറിഞ്ഞു. അങ്ങനെയുള്ള നീക്കങ്ങളുള്ളത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ എന്നെ അവിടെ നീക്കം ചെയ്താലും എന്നെ പൂർണ്ണമായിട്ടും ഇവർക്ക് തടങ്കലിൽ വെക്കാൻ സാധിക്കില്ല. പിന്നീട് അതിനുശേഷം വരുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇല്ലെങ്കിൽ എന്നെ എന്റെ കുടുംബത്തെയും 365 ദിവസവും തടങ്കലിൽ സൂക്ഷിക്കേണ്ടി വരും. അതല്ലാതെ പലയിടത്തും നടക്കുന്ന പല സംഭവങ്ങളെ കുറിച്ച് അറിയാം. എനിക്ക് എന്നെ ആരെങ്കിലും അപായപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്ത് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഫാമിലി ഏത് രീതിയിൽ പ്രതികരിക്കും അറിയില്ല. അതിനുശേഷം നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അവർക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള ഒരു ചോദ്യം ഈ സമൂഹത്തിൽ നിന്നും ഉണ്ടാകാനും പാടില്ല. എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അത് പുറത്ത് പറയാൻ പഠിക്കുന്നവരും ഭയക്കുന്നവരുമുണ്ട്. പക്ഷെ നമ്മൾ ഭയന്നിട്ട് കാര്യമില്ല. നമ്മൾ ഒന്നെങ്കിൽ ജീവിക്കുവാണെങ്കിൽ അന്തസ്സായി ജീവിക്കാം. പണിയെടുത്ത് ജീവിക്കുന്നതിന് വേണ്ടിയാണ്.